നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഇനി രാമായണ ശീലുകൾ മുഴങ്ങുന്ന ദിനങ്ങൾ. ഇന്ന് കർക്കിടകം 1. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ 30 ദിവസത്തേക്ക് വീടുകളിൽ രാമായണ പാരായണം നടക്കും. ഹൈന്ദവ ഗ്രഹങ്ങളിൽ ദിവസവും രാമായണം പാരായണം ചെയ്യും. കർക്കിടകം 1 തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ ദശപുഷ്പം ചൂടി മുക്കുറ്റിയില ചാലിച്ച് നെറ്റിയിൽ തൊടും. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം. കള്ളക്കർക്കിടകമെന്നും പഞ്ഞക്കർക്കിടകമെന്നും കർക്കിടകത്തിന് വിളിപ്പേരുകളുണ്ട്. കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലും പഴമക്കാരുടേതായുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കണം, റെയിൽവേയോടും കോർപ്പറേഷനോടും നിർദ്ദേശിച്ച് ഹൈക്കോടതി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ തൊഴിലാളി ജോയിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ തോട്ടിലെ മാലിന്യ നീക്കത്തെക്കുറിച്ച് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മാലിന്യ നീക്കത്തിൽ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുന്നത് കേൾക്കാനല്ല തങ്ങളിരിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. മാലിന്യ നീക്കം എങ്ങനെയെന്ന് കോർപ്പറേഷനും റെയിൽവേയും കോടതിയെ അറിയിക്കണം. ദുരന്തത്തിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച കോടതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. ജോയിയുടെ മരണം നിർഭാഗ്യകരമാണെന്നും കോടതി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം, 4 സൈനികർക്ക് വീരമൃത്യു. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. വനമേഖലയ്ക്ക് സമീപം തെരച്ചിൽ നടത്തുകയായിരുന്ന ജമ്മു പോലീസ്, CRPF സൈന്യം എന്നിവയുടെ സംയുക്ത സംഘത്തിന് നേരെ ആക്രമണമുണ്ടാകുകയായിരുന്നു. ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് സൈന്യം അറിയിച്ചു. കനത്ത മഴ, 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലുവ ശിവക്ഷേത്രം മുങ്ങി. കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ആലുവ മണപ്പുറത്ത് പെരിയാർ കരകവിഞ്ഞൊഴുകി. അമ്പലത്തിലും മണപ്പുറത്തും 2 അടിയോളം വെള്ളം കയറി. വൃഷ്ടി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പെരിയാറിൽ വെള്ളം വർദ്ധിച്ചത്. പെരിയാർ കരകവിഞ്ഞതോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം മുകളിലത്തെ അമ്പലത്തിലേക്ക് മാറ്റി. കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണ അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം.
പാലക്കാട് കൊട്ടേക്കാട് കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. ഇവർ വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു. കോട്ടേക്കാട് കോടക്കുന്ന് വീട്ടിൽ പരേതനായ ശിവന്റെ ഭാര്യ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ ആശുപത്രിയിലേക്ക് മാറ്റി. എം ശിവശങ്കറിന് ചികിത്സ ചെലവായി 2,35,967 രൂപ അനുവദിച്ച് സർക്കാർ. തുക ജാമ്യത്തിലിറങ്ങി നടത്തിയ ചികിത്സയ്ക്ക്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ചികിത്സ ചെലവായി 2,35,967 രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. ജാമ്യത്തിലിറങ്ങി നടത്തിയ ചികിത്സയ്ക്കായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പണം അനുവദിക്കണമെന്ന് ശിവശങ്കർ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ചാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. ട്രംപിന് നേരെ വെടിയുതിർത്തത് സ്വന്തം പാർട്ടിക്കാരൻ, കാരണം അവ്യക്തം. തോമസ് മാത്യു ക്രൂക്സ്, പ്രായം 20, സ്വദേശം പെൻസിൽവാനിയ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നിറയൊഴിച്ച ശേഷമാണ് തോമസ് മാത്യു ക്രൂക്സ് ആഗോള ശ്രദ്ധയിലെത്തിയത്. പെൻസിൽവാനിയയിൽ ബട്ട്ലർ എന്ന സ്ഥലത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനിടെയാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇയാൾ നിറയൊഴിച്ചത്. സംഭവ സ്ഥലത്ത് തന്നെ പോലീസിന്റെ വെടിയേറ്റ് ക്രൂക്സ് കൊല്ലപ്പെട്ടു. ഇയാളുടെ വെടിയേറ്റ 50-കാരനായ മറ്റൊരു മനുഷ്യനും സംഭവത്തിൽ മരിച്ചു. മറ്റു 2 പേർക്കും ട്രംപിന്റെ ചെവിക്കും പരിക്കേറ്റു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം. വെടിവയ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ട്രംപ് വെടിയേറ്റ വലതു ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, സൌത്ത് കാരലൈന മുൻ ഗവർണറും ഇന്ത്യൻ വംശജനുമായ നിക്കി ഹേലി തുടങ്ങിയ മുൻനിര നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച അവസാനിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.